നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നലെ ചെയ്തൊരു വീഡിയോൻ്റെ അനുബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് കുറച്ച് ആളുകൾ, കുറച്ച് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിരുന്നു. അതിൽ ചില സംശയങ്ങളും അവർ പറഞ്ഞു. അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഇത് ഷെയർ ചെയ്യുക, ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലുള്ള പുതിയ വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന്, ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന രീതി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ, നിങ്ങൾക്കെല്ലാവരും അറിയുന്ന പോലെ മുമ്പ് നമുക്ക് പരിചയമുള്ളതാണ്. ഇതിലൂടെ ഇതൊരു പുതിയ രീതിയൊന്നുമല്ല. എന്നാൽ പല ആളുകളും ഇതിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവരെ അസോസിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ആ കമ്പനി പറയാത്ത പല കാര്യങ്ങളും പ്രോസ്പെക്ടസിനോട് പറഞ്ഞിട്ട് ആളുകളിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ആ പൈസ അവർ പിന്നെ സാധനം വാങ്ങിയിട്ട് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതി അതൊരിക്കലും ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ രീതിയല്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊക്കെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ആളുകളാണ്. ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മളെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. ഇതേ സിസ്റ്റം തന്നെയാണ് ഡയറക്റ്റ് സെല്ലിങ്ങിലുള്ളത്. ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഒരു പലചരക്ക് പീടികയിൽ നിന്നോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ പോയി വാങ്ങുന്നതിന് പകരം ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ, നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും, ഈ കമ്പനിയിലുള്ള വീട്ടിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് വാങ്ങാം. ഇത്രയേ ഉള്ളൂ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ സിസ്റ്റം. അല്ലാതെ ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും നിങ്ങളോട് പൈസ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ രീതി. ഞാനിപ്പോൾ ഈ ഒരു കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആധികാരികമായിട്ട് ഇത് പറയുന്നത്. ഇത് എതിരായിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് അവരുടെ മാത്രം പോരായ്മയാണ്, തെറ്റായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പിന്നെ ഈ ഒരു സിസ്റ്റം നമ്മൾ മറ്റുള്ള ആൾക്കും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കും അതിലൂടെ കിട്ടുന്ന വരുമാനം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഈ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി എങ്ങനെയാണ് വരുമാനം തരുന്നത് എന്നുള്ളതും ആർക്ക് സംശയം ഉണ്ടാവും. ഇതിന് പ്രോഡക്റ്റിന് ഭയങ്കര റേറ്റ് അല്ലേ, ഇത് എങ്ങനെയാണ്, ഇത് കുറച്ച് കഴിഞ്ഞാൽ പൂട്ടിപ്പോവും എന്നുള്ളതൊക്കെ. നമ്മൾ ഈ രണ്ട് കാര്യം, റേറ്റിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ കമ്പയർ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റുകളായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ റേറ്റ് ഇതിന് കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം ഒരൊറ്റ കാരണം ഞാൻ പറയാം, ഈ പേസ്റ്റ് ആണ്. സെൻസോഡിൻ്റെ പേസ്റ്റിന് എത്ര ഉണ്ട് മാർക്കറ്റ് റേറ്റിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. എന്നിട്ട് ഈ ഹെർബലിൻ്റെ പേസ്റ്റും ഒന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം റേറ്റ് കുറവാണോ കൂടുതലാണോ എന്നുള്ളത്. അതേപോലെ ഓരോ സാധനങ്ങളും അങ്ങനെ തന്നെ. അപ്പോൾ അതൊക്കെ ഒരു ഇതാണ്. പിന്നെ മറ്റുള്ളത് കമ്പനി പൂട്ടുമെന്നുള്ളത്. കമ്പനി പൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കമ്പനിക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വരണം. കമ്പനിൻ്റെ സാധനങ്ങൾ പോകുന്നിടത്തോളം കാലം കമ്പനി എങ്ങനെ പൂട്ടാനാ? അപ്പോൾ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് അതിന് എന്തെങ്കിലും ഒരു ന്യായം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത് ശരിക്കും എന്താ വെച്ചാൽ, എനിക്ക് മനസ്സിലായത്, ഒരുപാട് ആളുകൾ ഒരുപാട് മണി ചെയിൻ കമ്പനിയിൽ കുടുങ്ങി, ഒരുപാട് ആളുകൾ പൈസ പോയിട്ടുണ്ട്. ക്യൂനെറ്റ്, പിന്നെ അങ്ങനെ ഒരുപാട് കമ്പനികളിലെ ആളുകളെ എന്താ വെച്ചാൽ അവർ പറയുന്ന സിസ്റ്റത്തിന് എതിരായിട്ട് ആളുകൾ പ്രവർത്തിച്ചു. അപ്പോൾ ആ കമ്പനിന് ഉത്തരവാദിയല്ല. പക്ഷേ അത് അവരുടേതായ കുറേ ഇഷ്ടങ്ങളും കുറേ സിസ്റ്റങ്ങളും അവർ എന്താ പറയുക, അങ്ങനെ പാലിച്ചു കൊണ്ടുപോയതുകൊണ്ട് പ്രശ്നങ്ങൾ എത്തിയതാണ്. എന്നാൽ ഈ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ യഥാർത്ഥ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കണം, അത് മനസ്സിലാക്കണം. അതിനുള്ള അവസരമാണ് എല്ലാ ശനിയാഴ്ചകളിലും മലപ്പുറത്ത് നടക്കുന്നത്. അതിൽ നിങ്ങൾ പങ്കെടുക്കണം. അതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കി അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഏൺ ചെയ്യാൻ പറ്റിയൊരു അവസരമാണ്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.